പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്നത്തെ വചനം വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം മുതൽ വിശ്വാസവും ജ്ഞാനവും എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണമായും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിലിളകി മറിയുന്ന കടൽത്തിരയ്ക്ക് തുല്യനാണ്. സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. അപ്പോൾ നമ്മൾ ലോകത്തിൻ്റേതാണെങ്കിൽ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നമ്മൾക്ക് സന്തോഷിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ നിരാശരായി പോകും. ജോബിൻ്റെ പുസ്തകത്തിലൊക്കെ ജോബിൻ്റെ ആരോഗ്യം, മക്കൾ, സമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ടിട്ടും ജോബ് പറഞ്ഞത് ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്നാണ് ജോബ് പറഞ്ഞത്. ആ ഒരു നിലപാടിലെത്തിയില്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ സന്തോഷിക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ക്രിസ്തുവിനെ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാൾക്ക് പരീക്ഷിക്കപ്പെടുമ്പോൾ സന്തോഷിക്കാൻ വകയുണ്ട്. അതേസമയം ഈ ലൗകിക ചിന്തകൾ മാത്രമായി നടക്കുന്നവർക്ക് ഇത് ഒരു വിരോധാഭാസമായി തോന്നാം. പരീക്ഷിക്കപ്പെടുമ്പോൾ സന്തോഷിക്കുക. അത് വളരെ ഇല്ലോജിക്കലാണ് ഈ ലോകത്തിൽ. പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. അപ്പോൾ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ ക്രിസ്തുവിലേക്ക് തിരിയുന്നവൻ വീണ്ടും വീണ്ടും പരീക്ഷിക്കപ്പെടുമ്പോൾ അവൻ്റെ വിശ്വാസത്തിന് സ്ഥിരത ലഭിക്കുന്നു. അങ്ങനെ നിങ്ങൾ പൂർണ്ണതയും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. അപ്പോൾ വിശ്വാസത്തിൽ സ്ഥിരത ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒന്നിനും കുറവില്ലാത്തവരും എല്ലാം തികഞ്ഞവരുമായി മാറും. ദൈവത്തിൻ്റെ മുമ്പിൽ കളങ്കമില്ലാതെ നിൽക്കാൻ നമുക്ക് സാധിക്കും. വീണ്ടും പറയുന്നു, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ. എന്താണ് ജ്ഞാനം? ദൈവത്തോടുള്ള ഭക്തി, ദൈവത്തോടുള്ള ഭയം, ദൈവത്തോടുള്ള സ്നേഹം. സങ്കീർത്തനം 110 പറയുന്നു, ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അത് പരിശീലിക്കുന്നവർ വിവേകികളാകും. അവിടുന്ന് എന്നേക്കും സ്തുതിക്കപ്പെടും. സങ്കീർത്തനം 110. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അപ്പോൾ ദൈവത്തിനെ ബഹുമാനിക്കണം, ദൈവത്തെ സ്നേഹിക്കണം,
ദൈവത്തിന് ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കണം. അങ്ങനെയുള്ളവനിൽ ജ്ഞാനം മുളപൊട്ടും. അത് പരിശീലിക്കുന്നവൻ, ദൈവഭക്തി പരിശീലിക്കുന്നവർ വിവേകികളാകും. ആ വിവേകികളാൽ അവിടുന്ന് എന്നേക്കും സ്തുതിക്കപ്പെടും. ഇതാണ് ദൈവം നമ്മളിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുക. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കുക. നിന്നെപ്പോലെ നിന്റെ സഹോദരനെയും സ്നേഹിക്കുക. ഇത് പാലിച്ച് ജീവിക്കുന്നവരാൽ ദൈവം സ്തുതിക്കപ്പെടും. അപ്പോൾ ഇതിനെ ആണ് ജ്ഞാനമെന്ന് പറയുന്നത്. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. ഈ ലോകത്തിൻ്റെ നോളജൊന്നുമല്ല. ദൈവഭക്തി, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ബോധ്യം, ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് നമ്മളിൽ അനുഭവപ്പെടുക, ഒരു ദൈവഭയം, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ആഗ്രഹം, ദൈവത്തിന് നിരക്കാത്തതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥ, അതാണ് ജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ നിങ്ങൾ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. കർത്താവേ, എനിക്ക് ജ്ഞാനം പകർന്നു തരണമേ. എനിക്ക് അങ്ങയുടെ വചനം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. എൻ്റെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. അങ്ങയുടെ പ്രകാശത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ എനിക്ക് വെളിച്ചമേകണമേ എന്ന ഒരു മനോഭാവം, അത് കർത്താവിനോട് നമ്മൾ നിരന്തരം ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് നൽകും. നിങ്ങൾ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവൻ അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. കുറ്റപ്പെടുത്താതെ. അപ്പം നമ്മുടെ പാസ്റ്റ് എന്ന് പറയുന്നൊരു പ്രശ്നമല്ല. വിശ്വാസത്തോടെ ആത്മാർത്ഥമായി ദൈവത്തോട് എനിക്ക് ജ്ഞാനം നൽകണമേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നവന് കർത്താവ് ജ്ഞാനം നൽകും, ദൈവഭക്തി നൽകും, ദൈവത്തിൻ്റെ വചനങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. അതനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയും അവന് നൽകും. വീണ്ടും പറയുന്നു, വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരയ്ക്ക് തുല്യനാണ്. സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. അപ്പോൾ കർത്താവിലുള്ള വിശ്വാസം പൂർണ്ണമല്ലാതെ, എങ്ങും തൊടാതെ, ചിലത് ഇടയ്ക്കിടയ്ക്ക് കർത്താവിനെ വിളിക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും പാപാവസ്ഥയിലോട്ട് തിരിഞ്ഞു പോകുന്നു, പിന്നെ ദൈവത്തെ നിന്ദിക്കുന്നു കുറേ നാൾ, അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുന്നു. ഇപ്രകാരം ഒരു റോളർ കോസ്റ്റർ റൈഡ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് 5 അടി മുന്നോട്ട് വയ്ക്കും, വീണ്ടും 2 അടി പിന്നോട്ട് വയ്ക്കും. ഇങ്ങനെ ദൈവത്തെ ഭയപ്പെടാതെയും ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്ന രീതിയിൽ ചഞ്ചലചിത്തരായി ജീവിക്കുന്നവർക്ക് ഒരു പുരോഗതിയും ഉണ്ടാവുകയില്ല. അതാണ് പലരും പറയുന്നത്, നമുക്ക് ഐശ്വര്യമില്ല. ഇന്നിപ്പോൾ ഒരു ബ്രദറിൻ്റെ വചനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ബ്രദർ പറയുന്നത്, പാപമില്ലാതെ ജീവിച്ചാൽ നിനക്ക് ഐശ്വര്യം ലഭ്യമാകും. പാപമില്ലാതെ ജീവിക്കുവാനുള്ള ഒരു വിവേകം, അതാണ് ജ്ഞാനം. കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു വെളിച്ചം, അതാണ് ജ്ഞാനം. അപ്പോൾ
പാപമില്ലാതെ നമ്മൾ ജീവിച്ചാൽ നമ്മൾക്ക് ഏഹ്, എല്ലാ രീതിയിലും നമുക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾക്ക് ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഇല്ല, സമാധാനമില്ല, സന്തോഷമില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആകെ കൂടി ചെയ്യേണ്ടത് കർത്താവിൻ്റെ മുമ്പിലിരുന്ന് വിങ്ങുന്ന ഹൃദയത്തോടെ പാപങ്ങളെ വെളിപ്പെടുത്തി തരാൻ, എൻ്റെ പാപങ്ങളെ കർത്താവെ അങ്ങ് വെളിപ്പെടുത്തി തരണമേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് ആ പാപങ്ങൾക്ക് ക്ഷമ ചോദിച്ച് പശ്ചാത്തപിച്ച് വീണ്ടും പാപം ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത് പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് പാപമില്ലാത്ത ഒരവസ്ഥയിൽ കൂടുതൽ കൂടുതൽ പരീക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ സ്ഥൈര്യത നേടി പാപമില്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ സർവ്വവിധ ഐശ്വര്യങ്ങളും കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യും, സന്തോഷം നൽകും, സമാധാനം നൽകും. ഈ ഒരു കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. പാപമില്ലാതെ ജീവിക്കാൻ, പാപത്തിനോട് പടവെട്ടി ജീവിക്കാൻ, ഈ ലോകത്തിലെ പൈശാചിക ശക്തികളുടെ പ്രലോഭനങ്ങളിൽ നിന്നൊക്കെ അകന്നു നിന്ന് പരിശുദ്ധിയിൽ പരിശുദ്ധനായവനെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. അപ്രകാരം ചെയ്യുക വഴി കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും അയൽവക്കക്കാർക്കും എല്ലാം ലഭിക്കുമാറാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്.